ഗൈസ് സുഖല്ലേ? അപ്പോൾ നമ്മുടെ ഈ ജെൻസി പിള്ളേർ പോലും ഫാനായിട്ട് മാറിയ ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വെറുതെ പറയുന്നതല്ല കേട്ടോ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിരുന്ന സമയങ്ങളിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കിയിട്ട് വലിയൊരു ഡബ്ബയിൽ തരും. പക്ഷെ അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതങ്ങ് തീർന്നു. അപ്പം ഞാൻ ഓർത്തത് അന്ന് ഓൺലൈൻ ഡെലിവറി ആപ്പൊന്നും ഇല്ലല്ലോ. അപ്പം ഹോസ്റ്റലിലെ പിള്ളേർക്ക് പുറത്തുനിന്ന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അന്ന് അമൃതമാണ്. അതുകൊണ്ടായിരിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇവിടെ പശ കാണാറില്ല. അതായത് നമ്മൾ വളഞ്ഞറ് എന്ന് പറയും. നിങ്ങളെന്താണ് പറയല്? അപ്പോൾ അത് ഈ സൈഡിൽ കാണാറില്ല, മറ്റേ സൈഡിൽ മാത്രമേ കാണാറുള്ളൂ. അത് നമ്മളിങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ ഗ്രാവിറ്റി കൊണ്ട് ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ മറ്റേ സൈഡിൽ ഉണ്ടാവാറുണ്ടോ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിക്കാം. അതാ ഇങ്ങനെ ആദ്യം മുറിക്കണം, തിന്നായിട്ട് മുറിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ സൈസിലാണ് മുറിക്കേണ്ടത്. വർഷങ്ങൾക്കിപ്പുറവും ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ കറിയെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ വരും. ഞാൻ അപ്പോഴും വിചാരിക്കും ഇത് ചുമ്മാ നൊസ്റ്റാൾജി കൊണ്ട് പറയുന്നതാണ്. പക്ഷേ എൻ്റെ വേറെ അതേ ഹോസ്റ്റലിലുണ്ടായിരുന്ന വേറൊരു സുഹൃത്ത് ഇപ്പോൾ യു കെയിലാണ്. അവളാണെങ്കിൽ 2-3 മാസം മുമ്പ് വിളിച്ചപ്പോൾ ഈ കറിയുടെ ടേസ്റ്റിനെ കുറിച്ച് ഇപ്പോഴും നാവിൽ ഈ രുചിയുണ്ട് എന്ന് പറഞ്ഞു. അതാണ്, നമ്മൾ മറ്റെല്ലാം മറക്കും, പക്ഷേ നമ്മളെ ഒരു തവണയെങ്കിലും സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ രുചി നമ്മളത് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ഓർത്തെടുക്കും. അത് ഭക്ഷണത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അല്ലേ? അപ്പോൾ ഇനി ഇതുപോലെ പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതിൽ ഇത്തിരി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുക. അത് കഴിഞ്ഞ് പലപ്പോഴായിട്ട് പല ഗസ്റ്റുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ചെറിയ കുട്ടികളെ തൊട്ടിട്ട് ഈ ജെൻസി പിള്ളേർ വരെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാറും ഇതും പിന്നെയും ചോദിച്ച് കഴിക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ട് നല്ലൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയത്. കാരണം നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് എന്തും നമുക്ക് രുചിയായിരിക്കും, നമ്മൾ ശീലിച്ച് വന്ന രുചിയാണ്, അപ്പോൾ നമുക്കിഷ്ടമായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന ഒരാൾ പറയുന്ന ഫീഡ്ബാക്കാണ് ശരിക്കുള്ള ഫീഡ്ബാക്ക്. കൂട്ടത്തിലൊന്നുകൂടി പറയട്ടെ, നമ്മളെ ചുമ്മാ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഞാൻ വിശ്വസിക്കാറില്ല. അവർ രണ്ടാമത് ആ കറി വാങ്ങിയാൽ മാത്രമേ ഞാനത് വിശ്വസിക്കാറുള്ളൂ. അപ്പോൾ ഈ പുളി നമ്മൾ കുതിർത്തിട്ട് ആ പുളി വെള്ളം നമ്മൾ അടുപ്പത്തേക്ക് ഒഴിക്കുകയാണ്. പുളി കുറവുള്ള പുളിയാണെങ്കിൽ നമുക്ക് ഒരുപാട് പുളി എടുക്കാം, അപ്പോൾ നല്ല തിക്നെസ് ഉണ്ടാവും. പക്ഷേ ഇത് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ. കുറച്ച് തിന്നാണ് അതിൻ്റെ വെള്ളം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയിട്ട് അതിൻ്റെ ആ പുളിയുടെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് കറിവേപ്പിലയും തിരുമ്മി വെച്ച ഈ ചക്കക്കണ്ടലും ചേർക്കാം. ഞങ്ങൾ ചക്കക്കണ്ടൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്. നിങ്ങളെന്താണ് പറയാറ്? അപ്പോൾ അത് ഇട്ടിട്ട് അധികം വേവിക്കാൻ പാടില്ല. അധികം വെന്തു പോയാൽ അതിൻ്റെ ടേസ്റ്റേ പോവും. അതുകൊണ്ട് അത് ഒന്ന് സൂക്ഷിച്ചിട്ട് ഒരു മീഡിയം പാകത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഇത്തിരി അച്ചാർ പൊടി ചേർക്കാം. ഈ അച്ചാർ പൊടി ഓപ്ഷണലാണ്. ഇനി അച്ചാർ പൊടി ഇല്ലെങ്കിൽ കുറച്ച് ഉലുവ പൊടിച്ച് ചേർത്താലും മതി. ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിനായി കറിവേപ്പില, കുറച്ച് കടുക്, കുറച്ച് ഉലുവ, വറ്റൽമുളക് പൊട്ടിച്ചത് എല്ലാം ചേർത്തിട്ട് ഒന്ന് നമുക്ക് താളിച്ചിടാം. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിപ്പോയി. വെളിച്ചെണ്ണയാണെങ്കിൽ അതിനൊരു പ്രത്യേക രുചിയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓയിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചക്കക്കണ്ടൽ തൊടുകറി അവിടെ റെഡിയായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞാനുമായിട്ട് പങ്കുവെക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ താങ്ക് യു, ബൈ.